നിനക്ക് കല്യാണം ആലോചിച്ച് വന്നതായിരുന്നു. വേണ്ടായിരുന്നു. എന്തായാലും ആലോചിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട. 4 മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും. പിന്നെ ഞാൻ ഫ്രീയാ, വെറുതെ ഇരിക്കും. ടിവിയിൽ വരുന്ന നക്ഷത്രവാരബലമൊക്കെ കാണാറുണ്ടോ? ചിലപ്പോഴൊക്കെ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? എളുപ്പമുള്ള ചോദിക്കോ? ധനുക്കൂറില് എത്ര നക്ഷത്രമുണ്ട്? ഒരു ക്ലൂ തരുവോ? ഒറ്റ സംഖ്യയാണ്. 3 ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുതെന്ന്. ഒന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വൈഫല്ലേ, എന്തിനാ എന്നോട് ഇങ്ങനെ അണവണ? അരവണ മലക്ക് പോയാലേ കിട്ടുള്ളൂ. അല്ല അതല്ല, ഈ അണവണ അല്ല അവഗണന. ആ സാധനം വലിയ ഫ്ലാറ്റിൽ താമസിച്ചിട്ട് കാര്യമില്ല, ഇടയ്ക്ക് നാക്ക് പഠിക്കണം. അത് ഞാൻ ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചോണ്ടാ. എനിക്ക് ചില മലയാളം അപ്പ് പറയുമ്പോഴേ ഇങ്ങനെ സ്ലിപ്പായി പോകും. നീ ഇംഗ്ലീഷ് നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞോളൂ. അയ്യോ എന്റെ മീനവിയയിൽ എന്തായോ എന്തോ. മോനെ വാടാ. അത് വിട്, എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഞാനും ഈ ജയിലും പോലീസും ഒക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെ? അതെന്തോന്നറിയാവോ, ഞാൻ കുളത്തിൽ കുളിച്ചോണ്ടിരിക്കുമ്പോ എന്റെ മൂക്കുത്തി കുളത്തിൽ അങ്ങ് കളഞ്ഞു പോയി. അപ്പൊ അതിന് പകരം ആ തുളയടയാതിരിക്കാൻ ഞാൻ ഒരു ചെടിയുടെ തണ്ട് ഒടിച്ചിട്ടായിരുന്നേ, ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. എന്ത് പറ്റി? കഞ്ചാവിന്റെ തണ്ടായിരുന്നു എടുത്തിട്ടത്.